കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിച്ചു. അരുൺ പോപ്രമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാർവാർ തുറമുഖത്ത് നിന്നും ഇപ്പോൾ ഇതാ ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുകയാണ്. അതായത് ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആദ്യ പാലത്തിന് തൊട്ടടുത്ത് സമീപം നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഹോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടാണുള്ളത്. ഇതിനുശേഷം അതായത് ഈ വേലി ഇറക്ക സമയത്ത് മാത്രമേ ഈ പാലം കടന്ന് ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് ആ പാലത്തിൻ്റെ കൂടി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഈ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആദ്യത്തെ പാലമാണിത്. ഈ പാലത്തിൻ്റെ ഉയരം ഏകദേശം ഒരു 5 മീറ്റർ മാത്രമേ ആ പാലത്തിന് ഉയരമുണ്ടാവുക. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഈ വേലിയേറ്റ സമയത്ത് ഈ ഡ്രഡ്ജർ ഇതിലൂടെ സുഗമമായി കടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു സമയക്രമീകരണം, അതായത് ഇവിടെ എത്തിച്ച് ഇവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്. ഇവിടെ പൊതുവെ ഒരു 3 മണിക്ക് ശേഷമാണ് വേലിയിറക്ക സമയം പുഴയിൽ. അതുകൊണ്ട് ആ സമയം വരെ ഈ ഡ്രഡ്ജർ നിലവിൽ ഇപ്പോൾ നിർത്തിയിട്ട് ഈ സ്ഥലത്ത് തന്നെ ഹോൾഡ് ചെയ്യും. വേലിയിറക്ക സമയമാകുമ്പോൾ ഈ പാലവും അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ഒരു റെയിൽവേ പാലം കൂടിയുണ്ട്. ഈ 2 പാലങ്ങളും മറികടക്കുക എന്ന പ്ലാനാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഉള്ളത്. ഇപ്പോൾ ഡ്രഡ്ജർ എന്തായാലും ഈ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ 2 പാലങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേലിയേറ്റ സമയത്തായിരിക്കും ഷിരൂർ ഈ അപകട സ്ഥലത്തേക്ക് മുന്നോട്ട് പോവുക. ഇന്ന് രാത്രിയോടെ തന്നെ ഇത് ഷിരൂരിൽ എത്തിച്ചേരും. നാളെ രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. ടെക് ബോട്ടിൽ ഘടിപ്പിച്ചാണ്, ടെക് ബോട്ട് വലിച്ചാണ്, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെയാണ് ഇത് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത്. വളരെ പതിയെ വളരെ ജാഗ്രതയോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ അതിനനുസരിച്ച് ഇതിൻ്റെ നേരത്തെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയതിൻ്റെ സഞ്ചാരപാത ഉൾപ്പെടെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ പാതയിൽ വളരെ ജാഗ്രതയോടെ വളരെ പതിയോടെ നാവികസേനയുടെ അലേർട്ട് ഓരോ സമയം ഇതിന് ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ ഗംഗാവലി പുഴയിൽ അനുകൂലമാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിൽ 3 നോട്ട്സിൽ താഴെയാണ് ആ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഈ വേലിയിറക്ക നേരത്തെ ക്രമീകരിച്ച സമയത്തിനനുസരിച്ച് ഇത് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ പ്രവേശിപ്പിച്ച് ഈ പാലത്തിന് തൊട്ട് സമീപം ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 3 മണിക്ക് ശേഷം ഈ വേലി ഇറക്ക സമയം എത്തുമ്പോൾ ഇത് മുന്നോട്ട് ഈ പാലവും അതോടൊപ്പം തന്നെ റെയിൽവേ പാലവും കടന്ന് മുന്നോട്ട് പോകും. പിന്നീട് വേലിയേറ്റ സമയത്ത് പൂർണ്ണമായും തന്നെ ഷിരൂരിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ പ്ലാൻ അനുസരിച്ച് നാവികസേനയുടെ കൃത്യമായ നിർദ്ദേശം ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരും. നാളെ തെരച്ചിൽ പുനരാരംഭിക്കും. നമുക്കറിയാം, ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. അതായത് നേരത്തെ തന്നെ നാവികസേന സോണാർ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമുണ്ട്. അവിടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. ഇത് നീക്കം ചെയ്താൽ ഈ തെരച്ചിലിൽ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഈ ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണു, അരുൺ, നാളെ എപ്പോൾ ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ എന്താണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ടോ? അരുൺ പോപ്രമ്പയാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രഡ്ജർ ഇപ്പോൾ നാളെ പുനരാരംഭിക്കും ദൗത്യമെന്നാണ് അറിയുന്നത്. ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ എത്തിയിട്ടുണ്ട്. വേലിയിറക്ക സമയത്തിനായി കാത്തു നിൽക്കുകയാണ്. 2 പാലങ്ങൾ കടന്നു വേണം ഈ ഷിരൂരിലെത്താനായി. അതിന് മുൻപായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഈ സംഘമുള്ളത്. വേലിയിറക്ക സമയം അനുകൂലമാകുന്നതിനനുസരിച്ചാകും ഡ്രഡ്ജറിൻ്റെ തുടർന്നുള്ള യാത്ര. അരുൺ പോപ്രമ്പയാണ് ബംഗളൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.